ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കുറേ നാളുണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഇതിപ്പം എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടല്ലോ കുറേ പാക്സ് ഒക്കെ ഉണ്ട്. അപ്പം ആ പാക്സ് എങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് എന്ന ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. ആൻഡ് നൗ നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യാം. അപ്പം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട് എൻ്റെ പുറകെ ഇരിക്കുന്നത്, ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താണ് നമുക്ക് എന്തിൽ സ്റ്റാർട്ട് ഉണ്ടോ ഞാനിങ്ങനെ ആലോചിക്കണം. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് ഫ്ലവേഴ്സിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഇത് നിങ്ങൾ കണ്ടോ, എനിക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും വലിയൊരു ഫ്ലവർ കിട്ടുന്നത്. ഇത്രയും ഫ്ലവേഴ്സ് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നോക്കിക്കേ, ഈ സാധനം എനിക്ക് ഇന്നലെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര ഫസ്റ്റ് കിട്ടിയ സാധനമാണ്, ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റാണ് എനിക്ക്. അപ്പം ആ സാധനം തന്നെ എനിക്ക് ഫസ്റ്റ് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചത് വലിയ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ വേറൊരു സാധനമുണ്ട്. ഈ സാധനം എനിക്ക് ഇതിൻ്റെ കൂടെ വന്നതാണ്. ഇതിനകത്ത് നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ചെടിയുണ്ട്. എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ മാറ്റി വെക്കുമ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ചീത്തയാക്കത്തില്ല. ഇത് ഞാൻ കുറേ കാലത്തിന് ശേഷം എടുക്കത്തുള്ളൂ. ആ സാധനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ചീത്തയായി പോയതിനു ശേഷം മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. ആൾക്ക് വരാൻ പറ്റില്ല, പക്ഷെ പ്രത്യേകിച്ചിന് ഓക്കെ. ഇതിനകത്ത് ഇന്നൊരു സാധനമുണ്ട്. എന്താണെന്ന് ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തന്നെയുള്ള സാധനമാണ്. ആൻഡ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ഓപ്പൺ ആക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ഓ വാവ്, ചോക്ലേറ്റ്സ് ആണ്. അയ്യോ, കയ്യിലെടുക്കാൻ പോലും പറ്റുന്നില്ല. നല്ല മെൽറ്റ് ആവുന്നുണ്ട്, അത്രയ്ക്കും നല്ല അടിപൊളി. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് ഞാൻ പിന്നെ തിന്നാൻ സമയത്ത് പറഞ്ഞുതരാം ടേസ്റ്റ് എങ്ങനെയുണ്ട്. ബിക്കോസ് കുറേ ചോക്ലേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ അതുപോലെ തന്നെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എനിക്ക് വന്നിട്ടുള്ളൊരു ലെറ്ററാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് തന്ന ആളുടെ വിഷിങ് ലെറ്ററാണ്. അതിന് സൗകര്യപൂർവ്വം കുറച്ച് കഴിഞ്ഞ് വായിച്ചോളാം കേട്ടോ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഞാൻ അടുത്ത് എന്താ ഓപ്പൺ ചെയ്യാറുണ്ട്. പിന്നെ എനിക്കൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു സ്കേർട്ടാണ് ആൻഡ് അതിൻ്റെ ടോപ്പാണ്. എനിക്കിതുവരെ ഞാൻ യൂസ് ആക്കാത്തൊരു കളറാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നൈസ്. പെട്ടെന്ന് കാണിക്കാം കേട്ടോ. ഡ്രസ്സൊക്കെ ആണെങ്കിൽ എനിക്ക് കുറേ ബൊക്കെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാടി തുടങ്ങി. ഞാൻ നോർമലി ഒരു സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചൊവ്വയൊന്നും ഓപ്പൺ ആക്കുന്ന ആളല്ല. കുറേ ദിവസം വെച്ചിരുന്ന് ചില സാധനങ്ങളൊക്കെ ഓപ്പൺ ആക്കാണ്ട് ഇന്നും ഇരിപ്പുണ്ട്. സത്യമായിട്ടും യൂസ് ആക്കാണ്ട് ഓപ്പൺ ആക്കാണ്ട് എഗെയിൻ ഈ ഭയങ്കര വിഷമമാണ് കേട്ടോ. എനിക്കിതാ കുറേ ഫ്ലവേഴ്സ് ബൊക്കെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെയാണ്. ബട്ട് എനിക്ക് വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിപ്പോവുമല്ലോ എന്നുള്ളൊരു വിഷമമാണ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ എത്ര ദിവസത്തേക്ക് ഇത് ഫ്രഷ് ആയിട്ട് നിൽക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ബട്ട് എനിക്കിത് തന്ന ആൾക്കാർക്ക് താങ്ക് യു സോ മച്ച്. അവർക്കിത് കാണുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് വാടിപ്പോകുന്നുള്ളൊരു പേടിയാണ്. ഇത് വാടിപ്പോണ്ടിരിക്കാൻ വല്ല വഴിയുണ്ട്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഫ്ലവേഴ്സൊക്കെ കുറച്ച് അധികം ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം അത്രയധികം ഫ്ലവേഴ്സ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പാച്ചി. കുറച്ചധികം ആൾക്കാർക്കൊക്കെ അറിയാം ഈ പാച്ചി ചോക്ലേറ്റിൻ്റെ കാര്യം. നല്ല അടിപൊളി സ്മൂത്ത് ടേസ്റ്റ് ഉള്ള ഒരു പൊളി ചോക്ലേറ്റ് ആണ്. നാട്ടിലിപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിലെ ലുലുമാളിലും എങ്ങാണ്ടൊക്കെ കണ്ടു തോന്നുന്നു. എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ്. ഇപ്പം ഞാൻ അധികം ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാറില്ല, ഡയറ്റിലൊക്കെയാണ്. വീട്ടുകാരെ വെക്കണ്ട. അപ്പോൾ അത് എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ. അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടിയതാണ്. സെയിം ഡേ കിട്ടിയതല്ല, തലേദിവസം കിട്ടിയതാണ്. തുറന്നിട്ടില്ല. ഞാൻ തുറക്കുമെന്ന് തന്നെ തോന്നില്ല. ഇതിങ്ങനെ ഓർമ്മയ്ക്കായിട്ട് വെക്കുമെന്നൊക്കെ. എഗെയിൻ ഒരു പാച്ചിയുടെ ഒരു സാധനം. ഇതൊന്നും പറയണ്ട. ഒരിക്കലും ഇഷ്ടമുള്ള ചോക്ലേറ്റിൻ്റെ പേര് എവിടെയും തുറന്നു പറയരുത് കേട്ടോ. ഇത് നിറച്ച് പാച്ചിയുടെ ചോക്ലേറ്റ് ആണ്. എനിക്ക് വയ്യ. അടുത്ത കൊല്ലത്തേക്ക് ഇനി വേറെ ചോക്ലേറ്റ് ഒന്നും വാങ്ങിക്കണ്ട. പിന്നെ ഇതെന്താന്ന് അറിയത്തില്ല. ഇത് ഓപ്പൺ ആക്കിയാലേ അറിയത്തുള്ളൂ. ചോക്ലേറ്റ് ആണോ അറിയില്ല. എന്താ സാധനം നിന്റെ പൊന്നെ. ഞാൻ ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചത്. ചോക്ലേറ്റ് ആണോ എന്നും എനിക്കറിയത്തില്ല. ഈ ബോക്സ് കണ്ടിട്ട് ചോക്ലേറ്റ് ആണോ
എന്നൊരു ഡൗട്ട് എനിക്കിപ്പോൾ ഉണ്ട്. ആണോ? ഞാൻ ആ പാക്ക് ഇളക്കി എടുത്തപ്പോഴത്തേക്ക് 2 പാക്ക് എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടി ഒരേപോലത്തെ. പാച്ചി എനിക്ക് പയ്യ again വാച്ച്. എനിക്ക് ഒരുപാട് വാച്ച് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാനൊരു ദിവസം എൻ്റെ വാച്ച് കളക്ഷൻ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. നിങ്ങളിത് കഴിഞ്ഞിട്ട് എന്തായാലും റിക്വസ്റ്റ് ചെയ്യണം എൻ്റെ വാച്ചിൻ്റെ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ ചില സമയങ്ങളിൽ അന്തം വിട്ട് നിന്നിട്ടുണ്ട് എൻ്റെ വാച്ചിൻ്റെ കളക്ഷൻ കണ്ടിട്ട്. ഈ സാധനം ഞാൻ പൊട്ടിക്കാം. ഇത് ഇന്നലെ മുതലേ കിടന്ന് കുലുങ്ങുന്നുണ്ട്. ഇങ്ങനെ ആലോചിക്കുക ഇതൊന്ന് പൊളിക്കണം. ഇത് ആദ്യം പൊളിക്കാൻ ഞാൻ വിചാരിച്ച സാധനമുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. ഇങ്ങനെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പുലിക്കും ഒരു സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം പൊളിച്ചു നോക്കണം. ആയിവാ. ഈ ബുഹൂറൊക്കെ വെക്കേണ്ട ഒരു സ്റ്റാൻഡാണ് എനിക്ക് കിട്ടിയത്. ബുഹൂറ് വെക്കേണ്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ക്രേസാണ്. ഞാൻ വീട്ടിലിടയ്ക്ക് ഇങ്ങനെ ബുഹൂറൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് കുറച്ച് നാളായിട്ട് യൂസ് ആക്കുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു സാധനം തന്നില്ല. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയൊരു സാധനം കേട്ടോ. ഇതിൻ്റെ പ്രാന്തിയാണ് ഞാൻ. അമ്പോ രക്ഷയില്ലാത്ത സ്മെല്ല്. അടിപൊളി. ഓക്കെ, ബാഗ് എനിക്ക് ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ടായിരിക്കും നമ്മൾ കുറേ വാങ്ങിച്ചു കിട്ടുന്നുണ്ടാവും. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നല്ല രസമുള്ളൊരു ക്യൂട്ട് ബാഗ്. അടിപൊളി അടിപൊളി. നല്ല കളറാണ് എൻ്റെ ഷോളിൻ്റെ കളറ്. അടുത്ത എന്നെക്കാൾ ഭാരമുള്ളൊരു സാധനം കേട്ടോ ഞാൻ ഓപ്പൺ ആക്കാൻ പോകുന്നത്. കവർ ഉണ്ടോ നിങ്ങൾ ഞെട്ടും ഗായ്സ്. ഇതാണ് ഇതിൻ്റെ കവർ. എനിക്ക് തൂക്കാൻ വയ്യ. ഞാൻ മെകളിൽ ഇരുന്നിട്ട് അൺബോക്സിങ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇതൊന്നും എടുത്ത് പൊക്കാൻ എനിക്ക് വയ്യ. നെഹി എന്ന് പറഞ്ഞാൽ നെഹി. അങ്ങനെ ഞാൻ താഴെ ഇരുന്നതാണ്. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് ഹെൽപ്പാക്കട്ടെ. എൻ്റെ പൊന്നെ, കാണുന്ന കണക്കല്ല കേട്ടാ. അല്ല, കാണുന്ന കണക്കല്ല ബാഹുബലി. എന്താണ് ഇതൊന്ന് സഹായിക്കുമോ? ഇതുണ്ടോ? ഇതൊരു 10 കിലോ ഉണ്ട് സത്യം കാര്യമായിട്ട്. ഇത് എന്താണെന്നറിയോ? ഇത് ഡേറ്റ്സിൻ്റെ ചോക്ലേറ്റും ഒക്കെയാണ്. ഓ സത്യം, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്ത് നിറഞ്ഞു തുളുമ്പിച്ച്. ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല കേട്ടോ. ഇതൊരു ഗൗണാണ്. ഇത് ആക്ച്വലി ഞാനൊരു ഷോപ്പിൽ പോയിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് അവിടെ ഇവിടെ കട്ടയും കനവും പോലെ എനിക്ക് ബോഡിയിൽ ഫീൽ ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ തന്നെ അയച്ചു വെച്ചിട്ട് വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ്. എനിക്ക് ആക്ച്വലി ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കോൺസെപ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ഇമാജിനേഷൻ നമ്മൾ ഹണി റോസിൻ്റെ കണക്കൊക്കെ ഇരിക്കണമെന്നാണ്. ഇത് ഫിഷ് കട്ടൊക്കെ പോലത്തെ ഒരു സാധനം, നല്ല ഫ്ലോർ ലെങ്ത് ഉള്ള. അപ്പം ഞാൻ ഹണി റോസിൻ്റെ കണക്ക് ഇരിക്കണമെന്നും പറഞ്ഞിട്ട് ഈ സാധനം കണ്ട പാടെ എടുത്തിട്ട് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഹണി റോസ് ആവാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ട് പതുക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വെച്ച് ഒരു സാധനമാണ് തിരിച്ച് ഇതാ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ആണ് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ വീണ്ടും വെയിറ്റ് ഇല്ല. ഓക്കെ, ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് വെയിറ്റ് ഇല്ല കേട്ടോ. എനിക്ക് വയ്യ. ബ്യൂട്ടിഫുൾ. ഇതിനിടയിൽ നിന്ന് ഇളകിപ്പോയൊരു സാധനം ഇന്നലെ ഒരാളെടുത്ത് കഴിച്ചു കിട്ടോ. എനിക്കതിൽ ദണ്ണമുണ്ട്. ഇതൊക്കെ ചോക്ലേറ്റ് ആണ്. ഇതെനിക്ക് ഇന്ന് പൊളിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ കൊതി വിട്ടിട്ട് പോയിട്ടൊരു ഫ്രണ്ട് എനിക്കുണ്ട് കേട്ടോ. എന്നും ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ പല വ്ളോഗും അവിടെ കുട്ടിയിട്ട് പ്രസവിച്ച് അവർ വലിയൊരു ഫാമിലി ആയിട്ടുണ്ടാവും. ആ അവസ്ഥയിൽ എൻ്റെ വ്ളോഗ് എടുപ്പൊടി തൊണ്ട കാരണം എനിക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചോക്ലേറ്റിന് ഓൾറെഡി അവകാശങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കാണ്. ഇത് എനിക്കുള്ളതല്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് പൊട്ടിച്ചില്ല എനിക്ക് എപ്പോൾ തരുമെന്ന് വെച്ചിട്ട്. കാരണം ഇത് ഈ പൊട്ടിയുടെ സാധനം കഴിച്ച ആൾ ഇതിൻ്റെ ഫാൻ ആയിപ്പോയി. ആക്ച്വലി ഇതൊക്കെ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ആക്കുന്ന സാധനമാണ്.
ഹൗ ഇസ് ഇറ്റ്? ഇതൊരു റിംഗ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇന്നലെ തന്നെ കയ്യിലിട്ട് നോക്കിയൊരു സാധനമാണ്. പൊളിയല്ലേ? ആൻഡ് വൺ മോർ സെയിം. സെയിം റിംഗ്. Is it? പൊളിയല്ലേ? ഇതെനിക്ക് കുറച്ച് ചെറുതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും മാറ്റുന്നില്ല. എൻ്റെ തടിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ അങ്ങ് വെക്കാം. നെക്സ്റ്റ് വൺ, മൈ ഫേവറേറ്റ്. ഇത് തന്നാൾ എനിക്ക് നേരിട്ട് തന്നതല്ല കേട്ടോ. ഇതെനിക്ക് സർപ്രൈസ് ആയിട്ട് എത്തിയത്. എനിക്ക് അറിയത്തില്ല ഇത് കിട്ടിയപ്പോൾ ആരാ തന്നെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ചൊരു വണ്ടർ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മെസ്സേജ് വന്നത് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഇവിടെ ഉള്ള ആളല്ല, കുറച്ച് ലോങ് ഉള്ള UK ആളാണ്. പക്ഷെ എന്തോ ആൾ വന്നില്ലെങ്കിലും ആളുടെ പ്രസൻസ് ഇല്ലെങ്കിലും ആൾ എനിക്ക് ഗിഫ്റ്റ് എത്തിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് റിംഗ് ഓൾസോ മഷല്ല. പൊളിയല്ലേ? പൊളി, സൂപ്പർ, അടിപൊളി. ഞാൻ വിചാരിച്ചു എൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞൊന്നും എൻ്റെ ഗൈസ് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഡ്രസ് വീണ്ടും ഇതൊക്കെ ഞാൻ നേരത്തെ ഓപ്പൺ ആക്കിയതാണ് കേട്ടോ. പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് എന്തായാലും അൺബോക്സിങ്ങിൻ്റെ കൂടെ വെക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഇത് ആ ബുഹൂർ എനിക്ക് തന്നിട്ടുള്ള ആൾ എനിക്ക് മുമ്പ് അഡ്വാൻസ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് സൗദിയിൽ നിന്ന്. അപ്പം 1 മാസം മുന്നേ കിട്ടിയതാണ്. കാരണം ഇങ്ങനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവുമെന്നോ കാണാൻ പറ്റുമെന്നോ ഒരിക്കലും പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നു ഇന്നലെ. അപ്പം ഇതെനിക്ക് മുന്നേ കിട്ടിയതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇട്ട് നോക്കി. എൻ്റെ സൈസൊക്കെ കറക്റ്റാണ്, പെർഫെക്റ്റ് ആണ്. കളറും എനിക്ക് അധികം ഇങ്ങനെ ഇല്ലാത്ത കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ആരും പോകണ്ട. അത് ഇന്നലെ ഓപ്പൺ ചെയ്തതിൻ്റെതാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ജന്ന. എൻ്റെ ലൈഫിൽ എനിക്ക് സ്പെഷ്യലായിട്ട്, എനിക്ക് എല്ലാം സ്പെഷ്യൽ തന്നെയാണ്, പക്ഷേ ഇത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ദാറ്റ് മീൻസ് നോക്കിയൊക്കെ ഇത് ആരാന്ന്. ഇതെനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് 1.5 മാസം എടുത്തു. എന്നെ നേരിട്ട് പോലും കാണാത്ത ഒരാളാണ്. എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നെ ടിക്ടോക്കിൻ്റെ ലൈവിൽ മാത്രം എന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. സെയിം ലൈക്ക് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് ഞാനാണ്. ഇത് പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഞാൻ അടിപൊളിയായിട്ട് റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സെറ്റിങ്സിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കിതാണ് ഈ ഗിഫ്റ്റ് ഒന്നും പൊട്ടിക്കാൻ താല്പര്യമില്ലാത്ത. കാരണം ഇത്ര ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊണ്ട് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊട്ടിക്കാൻ പറ്റുക? നിങ്ങൾ തന്നെ വരാം. എനിക്ക് പൊട്ടിക്കാൻ ഒന്നുമില്ല. ഞാൻ മിക്കപ്പോഴും ഗിഫ്റ്റിങ്ങിൻ്റെ ഈ റാപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞാനും കൊണ്ടുവരുത് കേട്ടോ. ഞാൻ തുറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും കൊണ്ടുവരരുത്. ഒരു 50 പൈസേൻ്റെ കവറിലിട്ട് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഞാൻ തുറക്കുന്നതായിരിക്കും. കീറരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത്ര നേരം സൂക്ഷ്മമായിട്ട് ഞാൻ പൊളിച്ചത്. പക്ഷെ അത് കീർത്തി. എന്തൊക്കെ ചെയ്യാം. And it's hard to hide, difficult to live, impossible to replace your Mashallah. അയ്യോ എനിക്ക് വയ്യേ ഞാൻ ആരോട് പോയി പറയും? എനിക്ക് വയ്യ. ഈ പാച്ചി എന്നുള്ള സാധനം ഉണ്ടല്ലോ, പാച്ചിയുടെ ചോക്ലേറ്റ്, താജ്മഹലിന്റെ പെർഫ്യൂം, കുറേ കിറ്റ്കാറ്റ്. എനിക്ക് വയ്യ. ഇവരൊക്കെ എന്നെ ഷുഗർ പേഷ്യൻ്റ് ആക്കും കേട്ടോ. ഒരു യാതൊരു വിധ. ഓ ഇതിനടിയിലൊരു സാധനമുണ്ട്, ഞാൻ മിസ് ചെയ്ത് തന്നെ, സത്യമായിട്ട് മിസ് ചെയ്ത് തന്നെ. ഫൈനലി എനിക്ക് അകത്തുനിന്ന് കിട്ടിയത് എന്താ സാധനം എന്നുള്ളത്. എൻ്റെ ഫോട്ടോയാണ്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. സ്റ്റാൻഡ് ഇത് പ്ലേസ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ഉണ്ട്. വൺ മോർ. എൻ്റെ റബ്ബേ എനിക്ക് വയ്യ. ഡ്രസ്
എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. എനിക്കറിയത്തില്ല, ഇന്നലെ വന്നപ്പോൾ ആ തിരക്കിൽ എവിടേക്കോ എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ബാക്കി കൊടുക്കും. ഇപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. വ്ളോഗ് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല, കുറേ അൺബോക്സിങ് തന്നെ. അപ്പം ഞാൻ എൻ്റെ പുതിയ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് ഒട്ടും വയ്യടോ, എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് വ്ളോഗ് എന്ന് പറയുന്ന സമയത്ത് എവിടെ നിന്നില്ലാത്ത അസുഖങ്ങളാണ് എനിക്ക് വരുന്നത്. ഞാൻ എവിടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തൊണ്ടവേദനയായിരിക്കും. എനിക്ക് എവിടെ പോയിട്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ സൗണ്ട് ഇടവായിരിക്കും. ഇനി പണ്ടാലത്ത് എടുക്കുന്നുണ്ടായിരുന്നൊരു വോൺ വോയിസ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ചുമയും ഛർദിലും എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഇല്ലാത്ത വയറുവേദന, നെഞ്ചുവേദന, ഇനി അസുഖം മുഴുവനും ഉണ്ട്. തല മുതൽ കാല് വരെ ഉണ്ട് അസുഖം. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല നല്ല വ്ളോഗ് വരണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഓരോരുത്തർ വ്ളോഗെല്ലാം കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. പുരട്ടി എനിക്കിങ്ങനെ പുറത്ത് വരുന്നുണ്ട്. അപ്പം എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ മനസ്സ് അനുവദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം അനുവദിക്കുന്നില്ല എന്നെ. അപ്പം ഇൻഷാ അല്ലാ ഞാൻ എല്ലാവരുടെ അടുത്തും വൈൻഡപ്പ് ചെയ്യാൻ എൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും എന്നെ വിഷ് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അതുവരെയും എല്ലായിടത്തും അസ്സലാമ.